ഹായ് ഹലോ. നിങ്ങൾ കുറേ പേര് ചോദിച്ചായിരുന്നു എൻ്റെ ഇൻറ്റേൺഷിപ്പൊക്കെ എന്തായിന്ന്. എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞായിരുന്നു. ഏപ്രിൽ 1 തീയതിയായിരുന്നു എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് തെരേസയിൽ. അപ്പോൾ അത് മെയ് 15 തീയതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരം വലിയധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇതിപ്പം മഴയൊക്കെ പെയ്ത് ഞാനിതിപ്പം ഇന്നലെ ഇവിടെ ഇത് കൂട്ടെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു സർട്ടിഫിക്കറ്റും കൂടെ മേടിക്കേണ്ടതുണ്ടായിരുന്നു. അതിന് വേണ്ടി പോയതായിരുന്നു. അതായത് മെയ് 20 തീയതി. അപ്പം ഞാനതിന് പോയിട്ട് പിന്നെ തിരിച്ച് നടന്നു പോവാണ്. അവിടെ കുറേ പേരെയെല്ലാം ഞാൻ കയറി കണ്ടു, വർത്തമാനമൊക്കെ പറഞ്ഞു, വീണ്ടും സ്നേഹമൊക്കെ പുതുക്കി. അപ്പം മഴയൊക്കെ പെയ്ത് റോഡൊക്കെ നല്ല സെറ്റായിട്ട് കിടക്കുവാണ്. നമ്മൾ അന്ന് ഇതിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കര വേനലും ചൂടും ഒക്കെ ആയിരുന്നല്ലോ. നല്ല വിജയകരമായിട്ട് എനിക്കവിടെ പൂർത്തിയാക്കാൻ പറ്റി ഇൻറ്റേൺഷിപ്പ്. അതിനിടയിൽ കുറേ സംഭവ വികാസങ്ങളൊക്കെ എനിക്ക് ശാരീരികമായിട്ടുണ്ടായിരുന്നു. അതിന് പോകുന്നതിന് മുമ്പാണ് തോന്നുന്നു, അത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാലൊരു കല്ലിൽ തട്ടി വെച്ച് വിരലിന് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായി. അപ്പം ഞാനതിട്ട് എന്തിനേലും അതിന് മരുന്നിനൊക്കെ ആയിട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് കാലൊക്കെ കെട്ടി വെച്ച് എനിക്ക് റെസ്റ്റ് എടുത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ല. ഒരു ഡോക്ടറെ കാണിച്ചു, ആയുർവേദ ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഒന്ന് ജസ്റ്റ് കെട്ടി വെച്ച് വിട്ടു. എന്നിട്ട് ഞാൻ ആ കാല് വലിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര വേദനയുണ്ടായിരുന്നു, നല്ല നീരായിരുന്നു കാലിൽ, പാദത്തിൻ്റെ അവിടെയൊക്കെ നല്ല നീരൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, ഇവിടെ പോയിക്കൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ അവർ എനിക്ക് അവരുടെ ലിഫ്റ്റുണ്ട്. അപ്പം 4ാം നിലയിലൊക്കെ ആയിരിക്കും ഇടയ്ക്ക് ഇത് വന്നിരുന്നത്. അപ്പോൾ 4ാം നിലയിലോട്ടൊക്കെ ലിഫ്റ്റ് ഉപയോഗിച്ചോന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ലാസ്റ്റ് പോന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് ആഡ് ചെയ്യാം. അന്ന് തീർന്നു പോരുന്നതെന്ന് ഞാനും രശ്മി ചേച്ചിയും കൂടെ നിന്നെടുത്ത ഫോട്ടോയാണ്. അപ്പോൾ വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു, സജിത. അവൾ അന്ന് വന്നിട്ടില്ലായിരുന്നു. എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവൾക്ക് ഡാൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നുകൊണ്ട് വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ എടുത്തതാണ്. അവിടെ അടുത്ത് കിട്ടിയ കുറച്ച് പേരെ പിടിച്ചു നിർത്തി കുറച്ച് ഫോട്ടോ എടുത്താണ് ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്ന കണ്ട് ഓടിപ്പോയവരുമുണ്ട്. കൈ കിട്ടിയവരെയൊക്കെ വാരിയെടുത്ത് കുറച്ച് ഫോട്ടോയും എടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഓടിപ്പോന്നു. നമുക്ക് ഇവിടെ നിന്ന് ഇൻറ്റേൺഷിപ്പിന് കയറിയെങ്കിൽ കുറേ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് കുറേ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് തരംതിരിച്ച് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ഓരോ ഫാഷൻ സങ്കല്പങ്ങളെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതുപോലെ ഏതൊരാളെ കിട്ടിയാലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യണേ, അത് എപ്പോഴും ഇതായിട്ടിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. പിന്നെ സ്റ്റിച്ചിങ് സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്നെ ഒരു ബിസിനസ് വുമൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് രീതിയിൽ അല്ലെങ്കിൽ ഒരു ബൂട്ടിക്ക് തുടങ്ങാനുള്ള ഒരാളാണെങ്കിൽ അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആരും നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല, നമ്മൾ അവിടെ നിന്ന് കണ്ടു പഠിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ കുറേ പഠിക്കാൻ പറ്റി. പിന്നെ പറയാനായിട്ട് പറ്റില്ല, പക്ഷെ നമുക്കൊരു പ്രവർത്തിക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ. അങ്ങനെ കുറേ പഠിച്ച് എടുക്കാനായിട്ട് പറ്റി. നല്ലൊരു അനുഭവമായിരുന്നു. എന്നായാലും എല്ലാവരെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കുറേ പേരായിട്ട് ഭയങ്കര കൂട്ടായിട്ടുണ്ട്. നമ്മുടെ പ്രായത്തിൻ്റെ ഒത്തിട്ടുള്ള ആൾക്കാർ അല്ലാത്തവരായിട്ടും ഭയങ്കരമായിട്ട് കൂട്ടായിട്ടുണ്ട്. ചേച്ചിമാരൊക്കെ ആണെങ്കിലും ഭയങ്കര കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുമായിരുന്നു, ഇൻറ്റേൺഷിപ്പുകാർ ഏത് സമയം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഓടിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ അവർ പറയാറുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചളിയായിരുന്നേ. അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വർക്കൊക്കെ ഇഷ്ടംപോലെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യായിരുന്നു, ഒരു മടിയും കൂടാതെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അവിടെ നല്ല സർട്ടിഫിക്കറ്റൊക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് നല്ലതായിട്ട്
ഇത് ചെയ്യാൻ പറ്റി.